സമയവും ചെലവും കുറച്ച് അതിവേഗ റെയിൽവേ പാതയ്ക്ക് പുത്തൻ ഡിസൈനുമായി മെട്രോമാൻ ഇ ശ്രീധരൻ. പത്തനംതിട്ടയും മലപ്പുറവും പുതുക്കിയ ലൈനിന്റെ ഭാഗമാകും. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന RRTS-നേക്കാൾ പദ്ധതി ചെലവും ടിക്കറ്റ് നിരക്കും കുറച്ചുള്ള പദ്ധതിയുടെ പുതുക്കിയ റിപ്പോർട്ട് ഇന്ന് പുറത്തിറക്കും. റിനു ശ്രീധർ ചേരുന്നു നമുക്കൊപ്പം. തിരുവനന്തപുരത്ത് റിനു, ഇ ശ്രീധരന്റെ റിപ്പോർട്ട് പൂർത്തിയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. SKN സംസ്ഥാന സർക്കാർ അതിവേഗ റെയിൽവേ പാതയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം മന്ത്രിസഭ അംഗീകാരം നൽകുകയും തുടർന്ന് കേന്ദ്രത്തിന്റെ അനുമതി തേടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് അതിവേഗ പാതയ്ക്ക് ഒരു പുത്തൻ ഡിസൈനുമായി മെട്രോമാൻ ഇ ശ്രീധരൻ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. സമയവും ചെലവും കുറച്ചുകൊണ്ടുള്ള ഒരു പുതിയ മോഡൽ, ഒരു ബദൽ മോഡൽ എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പത്തനംതിട്ടയും മലപ്പുറവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തിരുവനന്തപുരം കണ്ണൂർ റൂട്ടിൽ പുതിയ ഒരു റിപ്പോർട്ട് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത്. AC ചെയർ ചെലവിൽ ടിക്കറ്റ് നിരക്ക് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഒപ്പം 3 മണിക്കൂർ 20 മിനിറ്റിൽ ലക്ഷ്യത്തിൽ എത്തും എന്നുള്ളതാണ്. സമയവും വളരെ കുറച്ച് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും തൂണും തുരങ്കവും കൂടുതൽ വരുന്നതിനാൽ ചെലവ് കുറയും എന്നുള്ളതാണ്. ആകെ ചെലവായി അദ്ദേഹം ഈ റിപ്പോർട്ടിൽ കണക്കാക്കുന്നത് 54,000 കോടി രൂപയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. RRTS നിരക്കിനേക്കാൾ പദ്ധതി ചെലവും ഒപ്പം ടിക്കറ്റ് നിരക്കും കുറച്ച് പുതിയ ബദൽ എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തായാലും പുതുക്കിയ റിപ്പോർട്ട് മെട്രോമാൻ ഇന്ന് പുറത്തിറക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കേന്ദ്രത്തിന്റെ വാക്കാൽ അനുമതിയിൽ റിപ്പോർട്ടുമായി DMRCയും അത് 3 മാസത്തിനകം ഫീൽഡ് സർവേ തീർക്കുമെന്നുള്ളതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. എന്തായാലും അനുമതി കൃത്യമായി രേഖാമൂലം നൽകിയില്ലെങ്കിൽ പോലും മലപ്പുറത്ത് ഓഫീസ് സംവിധാനം ഒക്കെ തന്നെ തുറന്നുകൊണ്ട് ഈ ശ്രീധരൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ റിപ്പോർട്ട് ഇന്ന് അത് പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.